നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അതായത് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. അതായത് സ്റ്റോൺ ഏജിൽ നിന്ന് മുന്നോട്ട്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു എക്സെപ്റ്റ് ആണ്, ഒരു ചെറിയ ഭാഗമാണ്. ഏതിൽ നിന്നുള്ള ഭാഗമാണ്? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൃതിയുണ്ട്. അപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കൃതിയിൽ നിന്നുള്ള ഒരു കുറച്ച് ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ് ആ കൃതി? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരച്ഛൻ തൻ്റെ മകൾക്ക് അയച്ച കത്തുകൾ എന്നതാണ് ആ കൃതിയുടെ പേര്. അപ്പോൾ നോക്കിയോളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ലെറ്ററിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദിസ് ലെറ്റർ റെഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ, ആദിമ മനുഷ്യരുടെ ലൈഫ്, ജീവിതത്തെക്കുറിച്ചാണ് ഈ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കിയോളൂ, ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വി സോ ഇൻ അവർ ലാസ്റ്റ് ലെറ്റർ ദാറ്റ് ദ ചീഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ അതർ അനിമൽസ് വാസ് ദ ഇൻ്റലിജൻസ് ഓഫ് മാൻ. അതായത് മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആരുടെ ബുദ്ധി? ഇൻ്റലിജൻറ്റ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ദിസ് ഇൻ്റലിജൻസ് മെയ്ഡ് ഹിം ക്ലെവർ ആൻഡ് സ്ട്രോങ്ങർ ദെൻ എനോർമസ് വൈൽഡ് ആനിമൽസ് who would otherwise have destroyed him. അതായത് ഈ ബുദ്ധിശക്തിയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കളും ഒക്കെ മനുഷ്യരെ നശിപ്പിച്ച് കളയുമായിരുന്നു. The primitive humans had no special weapons to fight his enemies. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെപ്പൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹി കുഡ് ഓൺലി ത്രൂ സ്റ്റോൺസ് അറ്റ് ദം. അവർക്ക് എന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? കല്ലുകൊണ്ട് എറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. Then he began to make out of stone axes, spears and many other things including fine stones, needles. അതായത് പിന്നീട് അവരെന്ത് ചെയ്തു? ഈ കല്ല് കൊണ്ട് അവർ എന്തൊക്കെ നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? മേക്ക് ഔട്ട് ആക്സസ്, മഴു എന്ന് പറയും, കോടാലി അല്ലേ, മഴു. പിന്നെ സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുന്തം നിർമ്മിച്ചു. പിന്നെ മെനി അതർ, മറ്റുള്ള പല കാര്യങ്ങളും നിർമ്മിച്ചു, ഇൻക്ലൂഡിങ് ഫൈൻ സ്റ്റോൺ നീഡിൽസ്. അതായത് സൂചികൾ എന്ന് പറയും, കല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ സൂചി, അതാണ് ഫൈൻ സ്റ്റോൺ നീഡിൽസ്. ഇതൊക്കെ അവർ നിർമ്മിച്ചു. വി സോ മെനി ഓഫ് ദീസ് സ്റ്റോൺസ് വെപ്പൺസ് ഇൻ ദ സൗത്ത് കെൻസിങ്ടൺ, അതായത് ലണ്ടനിലെ ഒരു മ്യൂസിയമാണ്. ആൻഡ് ഓൾസോ ഇൻ ദ മ്യൂസിയം ഇൻ ജനീവ, പിന്നെ ജനീവയിലെ മ്യൂസിയം. അപ്പോൾ ഈ ജനീവയിലെ മ്യൂസിയത്തിലും അതുപോലെ സൗത്ത് കെൻസിങ്ടൺ മ്യൂസിയം ഇൻ ലണ്ടനിലെ സൗത്ത് കെൻസിങ്ടൺ എന്ന് പറയുന്ന മ്യൂസിയത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് ഈ ശിലകൾ കൊണ്ട്, അല്ലേ, സ്റ്റോൺസ് കൊണ്ടൊക്കെ നിർമ്മിച്ച വെപ്പൺസ് നമ്മൾ കണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇന്ന് നോക്കാം. അപ്പോൾ ഇതെന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന ഒരു കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം വൈൽഡ് ആനിമൽസ്. അതായത് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? സ്റ്റോൺ ആക്സ്, അല്ലേ, കല്ലുകൊണ്ടുള്ള മഴു, അതാണ് സ്റ്റോൺ ആക്സ്. രണ്ടാമത്തെ എന്താണ്? സ്റ്റോൺ സ്പിയർ എന്ന് പറയുമ്പോൾ എന്താണ്? കല്ലുകൊണ്ടുള്ള ഈ കുന്തം, അത്. ഇനി പിന്നെന്താ ഉപയോഗിച്ചിരുന്നത്? ഫൈൻ സ്റ്റോൺ നീഡിൽസ്, കൽസൂചി. അപ്പോൾ ഇത്രയാണ് അവർ ഉപയോഗിച്ചിരുന്നത് 3 വെപ്പൺസ്. ഓക്കെ, അതായത് ഈ ഒരു പാഠഭാഗത്തിൽ, ഈ ഒരു കൃതിയുടെ ആ ഒരു ഭാഗത്ത് ജവഹർലാൽ നെഹ്റു പരാമർശിച്ചിരിക്കുന്ന 3 വെപ്പൺസ് ഇതൊക്കെയാണ്. അപ്പോൾ സ്റ്റോൺ ആക്സ് എന്ന് പറഞ്ഞാൽ മഴു, കല്ലുകൊണ്ടുള്ള മഴു. പിന്നെ സ്റ്റോൺ സ്പിയർ, കല്ലുകൊണ്ടുള്ള കുന്തം. അടുത്തത് ഫൈൻ സ്റ്റോൺ നീഡിൽസ് അല്ലെങ്കിൽ കൽസൂചി. ഇതെല്ലാമാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത നോക്കിയോളൂ. വാട്ട് കുഡ് ബി ദ പർപ്പസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരിയഡ് യൂസ്ഡ് സച്ച് ടൂൾസ്. ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ സമയത്തുള്ള മനുഷ്യന് എന്തെല്ലാം ഉപയോഗങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിക്കുന്നതിലൂടെ? ഒന്നാമത്തത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം അനിമൽസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ഫോർ ഹണ്ടിങ്, എന്തിനാണ്? വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് വേറെ എന്തൊക്കെയാണ്? ഫോർ ഡ്രോയിങ്
ഫോർ ഡ്രോയിങ് കേവ് പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഗുഹാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ഡ്രോയിങ് കേവ് പിക്ചേഴ്സ്. അടുത്തത് ഫോർ മേക്കിംഗ് സ്റ്റോൺ ഓർണമെൻറ്റ്സ്, സ്റ്റാച്യൂസ് എക്സെട്ര. സ്റ്റോൺ കൊണ്ടുള്ള ഓർണമെൻറ്റ്സും, ഫോർ മേക്കിംഗ് സ്റ്റോൺ കൊണ്ടുള്ള ഓർണമെൻറ്റ്സും പിന്നെ സ്റ്റാച്യൂസ്, പ്രതിമകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. എന്തിനാണ് ഇങ്ങനെയുള്ള ടൂൾസൊക്കെ ഈ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്നതെന്ന്? എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ഹണ്ടിങ്, വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ഫോർ ഡ്രോയിങ് കേവ് പിക്ചേഴ്സ്, കേവിലൊക്കെ പിക്ചേഴ്സ് വരയ്ക്കാം. കേവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗുഹകളിലൊക്കെ പിക്ചറൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ഫോർ മേക്കിംഗ് സ്റ്റോൺ ഓർണമെൻറ്റ്സ്, സ്റ്റാച്യൂസ് എക്സെട്ര. സ്റ്റോൺ കൊണ്ടുള്ള കല്ലുകൊണ്ടുള്ള ഓർണമെൻറ്റ്സും സ്റ്റാച്യൂസ്, പ്രതിമകളും അതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ മലയാളം മീഡിയം വേണോ? തരാമേ. അപ്പോൾ അതായത് ഇവിടെ തന്നിട്ടുണ്ട്, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, വേട്ടയാടാൻ, കല്ലുകൊണ്ടുള്ള പ്രതിമകൾ, രൂപങ്ങൾ, ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ, ഗുഹകളിലും പാറകളിലും ചിത്രം വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ എന്താ പറ്റില്ല? ദ ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദ എബോവ് മെൻഷൻഡ് പർപ്പസ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ദ ബിഗിനിങ്. അല്ലേ, തുടക്ക സമയത്ത് ഈ മുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കായിട്ട് മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ ഈ സ്റ്റോൺ കൊണ്ടുള്ളവയായിരുന്നു. പിന്നീട് ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽസ്. പിന്നീട് ഈ സ്റ്റോൺ മെറ്റൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. പിന്നീട് സ്റ്റോണിൻ്റെ സ്ഥാനത്ത് ആര് കടന്നു വന്നു? മെറ്റൽസ്, ലോഹങ്ങൾ കടന്നു വന്നു. ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേജസ്. ആർക്കിയോളജിസ്റ്റ് മനുഷ്യൻ്റെ ഹിസ്റ്ററിയെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ പുരാവസ്തു ഗവേഷകർ. അപ്പോൾ വിവിധ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യർ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണോ, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണോ ഇവർ ടൂൾസ് ഉണ്ടാക്കിയത്, അതിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയെ വിവിധ സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് സ്റ്റോൺ ഏജ്, രണ്ടാമത്തത് മെറ്റൽ ഏജ്. എന്തൊക്കെയാണ്? സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ ശിലായുഗം, മെറ്റൽ ഏജ് എന്ന് വെച്ചാൽ ലോഹയുഗം. അപ്പം നോക്കിയോളൂ, ഈ സ്റ്റോൺ ഏജിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം. അടുത്ത മീസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. പിന്നെ നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട്. മെറ്റൽ ഏജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രോൺസ് ഏജും അയൺ ഏജും. ബ്രോൺസ് വെങ്കലയുഗം, അയൺ ഏജ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് യുഗം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ഇനി മെറ്റൽ ഏജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രോൺസ് ഏജും അയൺ ഏജും. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോൺ ഏജിനെ കുറിച്ച് പഠിക്കാം, ശിലായുഗത്തിനെ കുറിച്ച്. എന്നിട്ട് അതിൻ്റെ ഓരോന്നും പഠിക്കണം. പാലിയോലിത്തിക്കിനെ, മീസോലിത്തിക്കിനെ കുറിച്ചും നിയോലിത്തിക്കിനെ കുറിച്ചും. അപ്പോൾ ആദ്യം സ്റ്റോൺ ഏജ് എന്താ എഴുതിയേക്കുന്നത് നോക്കാം. നോക്കിയോളൂ. Have you ever thought why the first phase of human history was called the Stone Age? ഈ മനുഷ്യൻ്റെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ഫേസിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ആ പീരീഡിൽ മനുഷ്യർ ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺസ് ആയിരുന്നു. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് ഫേസ് ആസ് സ്റ്റോൺ ഏജ്. അതുകൊണ്ട് ഹിസ്റ്റോറിയൻസ് ഈ ഫേസിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിച്ചു. Based on the method used to make stone tools, the Stone Age divided into 3. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ സ്റ്റോൺ വച്ചിട്ടുള്ള ടൂൾസൊക്കെ നിർമ്മിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ സ്റ്റോൺ ഏജിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതാണ്? പാലിയോലിത്തിക്, മീസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. മുകളിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഏത് നിർമ്മാണ രീതിയാണ്, സ്റ്റോൺ വെച്ചിട്ട് എങ്ങനെയാണ് അവർ വെപ്പൺസും ടൂൾസും ഒക്കെ ഉപയോഗിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് സ്റ്റോൺ ഏജിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ഇതിൽ ആദ്യം നമ്മൾ പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. പ്രാചീന ശിലായുഗം, ഏറ്റവും ഫസ്റ്റുള്ള സ്റ്റോൺ ഏജ് ആണ് ഏത്? പാലിയോലിത്തിക് ഏജ്. നോക്കിയോളൂ. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാലിയോലിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് അല്ലെങ്കിൽ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. റഫായിട്ടുള്ള എന്ന് വെച്ചാൽ പരുക്കനായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് അല്ലെങ്കിൽ അൺപോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന ഒന്ന് അൺപോളിഷ്ഡ് ഓർ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ദ ടേം പാലിയോലിത്തിക് ഈസ് ഡെറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്, പാലിയോസ് ആൻഡ് ലിത്തോസ്. പാലിയോസ്, ലിത്തോസ് എന്നിങ്ങനെയുള്ള പാലിയോസ്
പാലിയോസ്, എയും കൂടെ ഉണ്ട്. പാലിയോസ് പിന്നെ ലിത്തോസ് എന്നിങ്ങനെയുള്ള രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഏത് വേർഡ് വന്നിട്ടുള്ളത്? പാലിയോലിത്തിക് ഏജ് എന്ന് വന്നിട്ടുള്ളത്. അതിൽ പാലിയോസ് എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ഓൾഡ്, ലിത്തോസ് എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം സ്റ്റോൺ, അതെ ഓൾഡ് സ്റ്റോൺ എന്നുള്ള രീതിയിൽ, അതായത് ഏറ്റവും പഴയ ശിലായുഗം അല്ലേ, സ്റ്റോൺ ഏജ്, അതാണ് പാലിയോലിത്തിക് ഏജ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പാലിയോലിത്തിക് ഏജ് എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ അതിലുണ്ട് പാലിയോസ്, ലിത്തോസ് എന്നിങ്ങനെ രണ്ട് വേർഡിൽ നിന്നാണ് പാലിയോലിത്തിക് ഏജ് ഡെറൈവ് ചെയ്തത്. അതിൽ പാലിയോസ് രണ്ട് ഗ്രീക്ക് വേർഡാണ്. പാലിയോസ് എന്ന് വെച്ചാൽ എന്താണ്? പാലിയോസ് എന്ന് വെച്ചാൽ ഓൾഡ്, ലിത്തോസ് എന്ന് വെച്ചാൽ സ്റ്റോൺ എന്നാണ്. പിന്നെ പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തത് റഫ് ആൻഡ് അൺപോളിഷ്ഡ് സ്റ്റോൺസ്, റഫ് അല്ലെങ്കിൽ അൺപോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദ മെയിൻ ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്, അതായത് ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഇവരുടെ ഉപകരണങ്ങളുടെ നിർമ്മാണം. സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനോപാധികൾ എന്നുള്ളത് കേട്ടോ. ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദെയർ വെയർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. They are given below. അതായത് ആർക്കിയോളജിസ്റ്റ് അല്ലേ, നമ്മുടെ പുരാവസ്തു ഗവേഷകർ പോയിന്റ് ചെയ്യുന്നത് there were 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് ഉണ്ടായിരുന്നു എന്ന്. 3 പ്രധാന സ്റ്റേജസിൽ കൂടിയാണ് അവർ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി അടുത്ത ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 പ്രധാന സ്റ്റേജസിൽ കൂടിയാണ് അവർ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഒന്നാമത്തത് യൂട്ടിലൈസേഷൻ, അടുത്തത് ഫാഷനിങ് അല്ലേ, രൂപമാറ്റമൊക്കെ വരുത്തുക, അത് അടുത്ത സ്റ്റാൻഡർഡൈസേഷൻ, ക്രമവൽക്കരണം എന്നിങ്ങനെ മൂന്നെണ്ണം. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ പ്രയോജനപ്പെടുത്തൽ. എന്താണ്? എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. അവൈലബിൾ സ്റ്റോൺസിനെ, ലഭ്യമായ കല്ലുകളെ ഒരു ഷേപ്പിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്താതെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലൈസേഷൻ. അതായത് നമുക്ക് കിട്ടുന്ന കല്ലുകളെ അതേ രീതിയിൽ തന്നെ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലായോ? എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസിനെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്, അവയുടെ ഷേപ്പിന് യാതൊരുവിധ വ്യത്യാസവും വരുത്താതെ. അടുത്ത ഫാഷനിങ്. എന്താണ് ഫാഷനിങ് എന്ന് വെച്ചാൽ രൂപമാറ്റം വരുത്തൽ. അതെന്താണ് ചെയ്യുന്നത്? ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെ, അവരുടെ നീഡിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ നീഡ്, അവരുടെ നീഡിനനുസരിച്ച് ഷേപ്പ് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫാഷനിങ് എന്ന് പറയുന്നത്. അതായത് രൂപമാറ്റം വരുത്തി. ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താവശ്യത്തിനാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ച് അതിന് ചില ഷേപ്പിൽ ചേഞ്ചൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഫാഷനിങ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അടുത്തത് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ, ക്രമവൽക്കരണം. എന്താണ്? ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസസ്. ഓരോ ആവശ്യത്തിനും പ്രത്യേകം ടൂൾസ് നിർമ്മിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ്, പ്രത്യേകതരം ടൂൾസ് നിർമ്മിക്കുന്നു. ഫോർ ഈച്ച് പർപ്പസ്, ഓരോ പർപ്പസിനും, ഓരോ ആവശ്യത്തിനും. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദെയർ വെയർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. ടൂൾസിൻ്റെ യൂസിൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, സ്റ്റേജസ് ഉണ്ടായിരുന്നു. അതേതെല്ലാമാണ്? വിച്ച് ആർ ദേ, അതേതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാണ് എഴുതേണ്ടത്. യൂട്ടിലൈസേഷനെ കുറിച്ചും ഫാഷനിങ്ങിനെ കുറിച്ചും സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ചും. The pictures given below are the different tools used by the primitive humans. Primitive humans ഉപയോഗിച്ചിരുന്ന പാലിയേറ്റീവ് ഏജിൻ്റെ ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന വിവിധ തരം ടൂൾസിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒബ്സർവ് ദം ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ടൂൾസ്. ഏതൊക്കെയാണ്? അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് പെബിൾ ടൂൾസ് അല്ലേ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഇതിൻ്റെ പെബിൾസ്, ഉരുളൻ കല്ലുകൾ കൊണ്ടുള്ള ടൂൾ എന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഒന്നാമത്തത് പെബിൾ ടൂൾസ്. രണ്ടാമത്തത് ബൈഫേസ് കോർ ടൂൾസ്, ബൈഫേസ് ദ്വിമുഖ, 2 മുഖമുള്ള ബൈഫേസ് കോർ ടൂൾസ്. അടുത്തത് ഫ്ലേക്ക് ടൂൾസ് അല്ലെങ്കിൽ കൽച്ചീൾ ഉപകരണങ്ങൾ എന്ന് പറയും. ഇത് ബൈഫേസ് കോർ ടൂൾസ് എന്ന് വെച്ചാൽ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ. അടുത്ത ഇത് ഫ്ലേക്ക് ടൂൾസ് എന്ന് വെച്ചാൽ കൽച്ചീൾ ഉപകരണങ്ങൾ. പിന്നെ ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്, അതായത് വെട്ടിമുറിക്കാനുള്ള ഉപകരണങ്ങൾ അല്ലേ, കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, അതാണ് ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്. പിന്നെ സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്ക് യൂസ് ചെയ്ത് നിർമ്മിച്ച സ്റ്റോൺ ടൂൾസ് അല്ലേ, ബ്ലേഡ് പോലെ നല്ല അങ്ങനെ കൂർത്തിരിക്കുന്ന ടൈപ്പിലുള്ള, അതാണ് ബ്ലേഡ് ടൂൾസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് പാലിയോലിത്തിക് ഏജിൻ്റെ സമയത്ത് പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്ന ടൂൾസ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത്
പെബിൾ ടൂൾസ്, ബൈഫേസ് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്, പിന്നെ ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്, സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്. ഓക്കെ, ഇനി എന്താ പറയുക, ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദി പാലിയോലിത്തിക് പീരീഡിൻ്റെ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ എൻഡ് ആയപ്പോൾ ഹ്യൂമൻസ് യൂസ്ഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബോൺസ് ഇൻ അഡീഷൻ ടു സ്റ്റോൺ ടൂൾസ്. സ്റ്റോൺ ടൂൾസിനോടൊപ്പം തന്നെ ഈ ബോൺസ് ഒക്കെ കൊണ്ട് നിർമ്മിച്ച ടൂൾസും അവർ ഉപയോഗിച്ചിരുന്നു. ബോൺ എന്ന് വെച്ചാൽ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന ആ ടൂൾസും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കുറേ അസ്ഥികൾ കൊണ്ടുള്ള ടൂൾസൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കോർ ആൻഡ് ഫ്ലേക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. കോർ ആൻഡ് ഫ്ലേക്സ് എന്താണ്? വെൻ എ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 or more പീസസ്. ഒരു പീസ് സ്റ്റോണിനെ 2 or 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നു, അല്ലേ, പൊട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ ലാർജസ്റ്റ് പീസ് ഈസ് കാൾഡ്, അതിൽ ഏറ്റവും ലാർജസ്റ്റ് പീസിനെ കോർ ആൻഡ് ദ സ്മാളർ പീസസ് ആർ കാൾഡ് ഫ്ലേക്സ്. അതിൽ ഏറ്റവും വലിയ പീസിനെയാണ് കോർ എന്ന് പറയുന്നത്. കോർ എന്ന് വെച്ചാൽ മാതൃശില. അതായത് ഒരു കല്ലിനെ എടുത്ത് പൊട്ടിച്ചിട്ട് അത് ഒരു വലിയ പീസാവുന്നു, കൂടെ കുറേ ചെറിയ പീസസും ആവുന്നു. അപ്പോൾ ആ പീസസ് ആവുന്നു, അതിൽ ഏറ്റവും വലിയ പീസ് ഏതാണോ അതെടുത്തിട്ട് കോർ എന്ന് പറയുന്നു. അതിൻ്റെ കൂടെയുള്ള ചെറിയ ചെറിയ പീസസിനെ ഫ്ലേക്സ് എന്നും പറയുന്നു. ദീസ് മെയ്ഡ് ഓഫ് കോർ സ്റ്റോൺസ് ആർ കാൾഡ് കോർ ടൂൾസ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ടൂൾസ് കോർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ കോർ ടൂൾസ് എന്ന് പറയുന്നു. ആൻഡ് ദോസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഫ്ലേക്സ് ആർ കാൾഡ് ഫ്ലേക്ക് ടൂൾസ്. എന്നിട്ട് ഈ സ്റ്റോൺ ഫ്ലേക്സ് ഉണ്ടല്ലോ, സ്റ്റോണിൻ്റെ ഫ്ലേക്ക് കൊണ്ടുള്ള അല്ലെങ്കിൽ അവിടെ പൊട്ടി വീണ ആ ചെറിയ ചെറിയ പീസസ്, അതുകൊണ്ട് നിർമ്മിച്ച ടൂൾസിനെ ഫ്ലേക്ക് ടൂൾസ് എന്നും പറയുന്നു. അപ്പോൾ കോർ കൊണ്ട് നിർമ്മിച്ച ടൂൾസ് കോർ ടൂള്, ഇനി ഫ്ലേക്ക് കൊണ്ട് നിർമ്മിച്ച ടൂള് ഫ്ലേക്ക് ടൂള്, അല്ലെങ്കിൽ മാതൃശിലാ ഉപകരണങ്ങളെന്നും കേട്ടോ, മാതൃശിലാ ഉപകരണങ്ങളെന്നും. പിന്നെ ആ ചെറിയ ഫ്ലേക്സ് അല്ലെങ്കിൽ കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണയെ കൽച്ചീൾ ഉപകരണങ്ങളെന്നും വിളിക്കുന്നു. അപ്പോൾ ഇതാണ് കോർ എന്ന് പറയുമ്പോൾ മാതൃശിലാ ഉപകരണം, അതായത് ഫ്ലേക്ക് അല്ലേ, കൽച്ചീൾ ഉപകരണങ്ങൾ. ഓക്കെ, ഇനി ഈ ഓരോ ഉപകരണത്തിൻ്റെയും പേരെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇതിൻ്റെ പേരാണ് സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിൻറ്റ്. സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിൻറ്റ്. അടുത്ത ഇത് സ്പിയർ ത്രോവർ. അടുത്ത ഇത് ബോൺ ഹാർപ്പൺ അല്ലെങ്കിൽ ചാട്ടുളി എന്ന് പറയും. ചാട്ടുളി മലയാളത്തിലാണെങ്കിൽ ചാട്ടുളി. ഇത് കുന്തമെറിയുന്ന ഉപകരണം. അടുത്ത സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ് എന്ന് വെച്ചാൽ പിളർപ്പുള്ള അസ്ഥിമുന. മലയാളം മീഡിയമാണ് കേട്ടോ, പിളർപ്പുള്ള അസ്ഥിമുന. അപ്പോൾ ഇത് ഈ മൂന്നെണ്ണമാണ് എന്താ പറയുന്നത്, ബോൺസ് വെച്ചിട്ടുള്ള ടൂൾസ് പാലിയോലിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ്, 2 സ്പിയർ ത്രോവർ അല്ലെങ്കിൽ കുന്തമെറിയുന്ന ഉപകരണം, ഇതാണെങ്കിൽ പിളർപ്പുള്ള അസ്ഥിമുന, പിന്നെ ബോൺ ഹാർപ്പൺ അല്ലെങ്കിൽ ചാട്ടുളി. ഓക്കെ, ഇനി അടുത്ത നോക്കിയുള്ളൂ. അതിൻ്റെ പേര് ഇവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളങ്ങ് ഈ പേരുകൾ ഇവിടെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അടുത്തതാ ഇവിടെ പാലിയോലിത്തിക് ഏജിലെ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ കുറച്ച് ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് അല്ലെങ്കിൽ അവരുടെ കലാസൃഷ്ടിയുടെ ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മിക്കവാറും ഒക്കെ കേവ് പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് ഷോവെ ഫ്രാൻസിലെ ഷോവെ എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള ഒരു കേവ് പെയിൻറ്റിംഗ് ആണ്. അടുത്ത നോക്കിയാൽ ലാസ്കോ ഫ്രാൻസിലെ ലാസ്കോ എന്ന് പറഞ്ഞ പ്രദേശമുള്ള ആ ഒരു കേവ് ഗുഹയിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഐവറി സ്കൾപ്ചർ സറായസ്ക് റഷ്യയിലെ സറായസ്കിലുള്ള ഒരു ഐവറി സ്കൾപ്ചർ. ഐവറി എന്ന് വെച്ചാൽ അറിയാലോ, ആനക്കൊമ്പിലുള്ള ഒരു സ്കൾപ്ചർ, ഒരു പ്രതിമ. ഇനി അടുത്തത് എന്താണ്? കാർഡ് ഫിഗർ ഇൻ കുസാക്ക് കേവ് ഫ്രാൻസിലെ കുസാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കേവ് ഉണ്ട്, ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ കാർവ്ഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ കോറിയിട്ട ഫിഗർ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഒരെണ്ണമുണ്ട്. അടുത്തതാ കാർവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗർമ കേവ് സ്പെയിനിലെ ലാ ഗർമ എന്ന് പറഞ്ഞിട്ട് ഒരു കേവ് ഉണ്ടായിരുന്നു. ആ കേവിൽ നിന്ന് കണ്ടെത്തിയ ബോണിലുണ്ടായിരുന്ന കാർവിങ്സ്, അതായത് ബോണിൽ കോറിയിട്ട ഒരു ഫിഗർ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാലിയോലിത്തിക് ഏജിലെ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് എവിടെയൊക്കെയാണ് കാണാൻ കഴിഞ്ഞത് എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പേരുകളൊക്കെ പഠിക്കണം. അതായത് ഷോവെറ്റ് ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, സറായസ്ക് റഷ്യ, അവിടെ കണ്ടപ്പെട്ടത് എന്താണ്? ഐവറി സ്കൾപ്ചറാണ് ഒരു. പിന്നെ കാർഡ് ഫിഗർ ഇൻ കുസാക്ക് കേവ് ഫ്രാൻസ്.
ഇനി ലാ ഗർമ കേവ് സ്പെയിൻ. അപ്പോൾ ഈ പേരുകളൊക്കെ, ഈ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചോളണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നോക്കിയുള്ളൂ. ദ പിക്ചേഴ്സ് ആർ ഗിവൺ എബൌട്ട് ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ആ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ്, കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് ആ മുകളിൽ തന്നിട്ടുള്ളത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചർ? ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഇത് നമ്മൾ പഠിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മുകളിൽ തന്നിട്ടുള്ളത് ദ പിക്ചേഴ്സ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. മുകളിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ. പ്രിമിറ്റീവ് ഹ്യൂമൻസ് എന്ന് വെച്ചാൽ ആദിമ മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ്, ആർട്ടിസ്റ്റിക് ക്രിയേഷൻ്റെ ചിത്രങ്ങളാണ്. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ താഴെ അതിൻ്റെ ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ. Various communication techniques such as simple flowing lines, carved images and sculptures were employed during the late Paleolithic period. late Paleolithic period എന്ന് വെച്ചാൽ ഈ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെ, ആശയവിനിമയത്തിനായിട്ട് ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്? ഒന്നാമത്തെ സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്, അല്ലെ, സിമ്പിളായിട്ടുള്ള ഫ്ലോയിങ് ലൈൻസ്, അതായത് ഒഴുക്കൻ വരകൾ. ഫ്ലോയിങ് ലൈൻസ് എന്ന് വെച്ചാൽ ഒഴുക്കൻ വരകൾ, വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലോയിങ് ലൈൻസ്, വളരെ സിമ്പിളായിട്ടുള്ള ഒഴുക്കൻ വരകൾ. പിന്നെ കാർവ്ഡ് ഇമേജസ് എന്ന് വെച്ചാൽ കോറിയിട്ട ഇമേജസ്, ചിത്രങ്ങൾ. പിന്നെ അതിൻ്റെ സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ശില്പങ്ങൾ, സ്കൾപ്ചേഴ്സ്. വേർ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ യൂസ്ഡ് ഡ്യൂറിങ് ദ ലേറ്റ് പാലിയോലിത്തിക് പീരീഡ്. ഇതൊക്കെയാണ് ലേറ്റ് പാലിയോലിത്തിക് പീരീഡിൽ യൂസ് ചെയ്തിരുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ആർക്കിയോളജിസ്റ്റ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ ഡെപിക്ഷൻ ഓഫ് അനിമൽസിൻ്റെ ഡെപിക്ഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അനിമൽസിൻ്റെ ചിത്രീകരണം, അല്ലെ, മൃഗങ്ങളുടെ ചിത്രീകരണം. അതെവിടെയാണ് കണ്ടുപിടിച്ചത്? ഷോവറ്റ് ആൻഡ് ലാസ്കയിലും ഷോവറ്റ് കേവിലും. കണ്ടോ, അവിടെയൊക്കെ അനിമൽസിൻ്റെ ഫിഗർ അല്ലേ കിടക്കുന്നത്. അപ്പം ഷോവറ്റിലും ഫ്രാൻസിലും ഡെപിക്ഷൻ ഓഫ് അനിമൽസ്, അത് ശ്രദ്ധിച്ച് വെച്ചേക്കണം കേട്ടോ. ഷോവറ്റ് കേവ് ആൻഡ് ലാസ്കോ കേവ്, അല്ലേ, ഷോവറ്റ് കേവ് ആൻഡ് ലാസ്കോ കേവ്. അവിടെ എന്താ കണ്ടത് നമ്മൾ? ഡെപിക്ഷൻ ഓഫ് അനിമൽസ്. അടുത്തത് ദ കാർവ്ഡ് ഫിഗർ ഓഫ് ആൻ അനിമൽ ആൻഡ് എ വുമൺ, കുസാക്ക് കേവ്. കുസാക്ക് എന്ന് പറഞ്ഞ കേവില്, അതായത് ഇവിടെ കുസാക്ക് കേവില് അനിമൽസിൻ്റെയും അതുപോലെ വുമണിൻ്റെയും കാർവ്ഡ് ഫിഗറാണ് കണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് കുസാക്ക് കേവിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? കാർവ്ഡ് ഫിഗർ ഓഫ് ആൻ അനിമൽ ആൻഡ് എ വുമൺ. പിന്നെ ദ വീനസ് ഫിഗറൈൻ, വീനസിൻ്റെ ഒരു പ്രതിമ കണ്ടു. എവിടെയാണ്? സറായസ്ക്, റഷ്യയിലെ സറായസ്കിൽ. ഇതാണ് കേട്ടോ. അപ്പം റഷ്യയിലെ സറായസ്കിൽ എന്ത് കണ്ടു? വീനസ് ഫിഗറൈൻ, വീനസിൻ്റെ ഒരു പ്രതിമ കണ്ടു. ആർ റിലേറ്റഡ് ടു റിച്വൽസ് ഓർ ബിലീഫ്സ്. ഇതൊക്കെ റിച്വൽസിനും ബിലീഫുമായിട്ടൊക്കെ ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. റിച്വൽസ് എന്ന് വെച്ചാൽ അനുഷ്ഠാനം, ബിലീഫ് എന്ന് വെച്ചാൽ വിശ്വാസം. അപ്പം റിച്വൽസുമായിട്ടും ബിലീഫുമായിട്ടും റിലേഷൻ ഉള്ളവയാണ് ഇതെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോളണം. ഡെപിക്ഷൻ ഓഫ് അനിമൽസിൻ്റെ ഡെപിക്ഷൻ എവിടെയാണ് നമ്മൾ കണ്ടത്? അനിമൽസിൻ്റെ ഡെപിക്ഷൻ 2 സ്ഥലത്ത് കണ്ടു. എവിടേക്കാണ്? ഷോവറ്റ് ആൻഡ് ലാസ്ക, അത് പഠിക്കാം. ഇനി കാർവ്ഡ് ഫിഗർ ഓഫ് ആരൊക്കെയാണ്? അനിമൽ ആൻഡ് വുമൺ, അനിമലിൻ്റെയും പിന്നെ വുമണിൻ്റെയും. അത് നമ്മൾ എവിടെയാണ് കണ്ടത്? കുസാക്ക് എന്ന് പറഞ്ഞ കേവിൽ. പിന്നെ പറഞ്ഞത് വീനസ് ഫിഗറൈൻ, വീനസിൻ്റെ ഒരു പ്രതിമ, വീനസ് ഫിഗറൈൻ കണ്ടു. അതെവിടെയാണ്? അത് സറായസ്ക് എന്ന് പറഞ്ഞ റഷ്യയിലെ സറായസ്ക് എന്ന് പറഞ്ഞ പ്രദേശത്ത് കണ്ടു. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റിച്വൽസ് ഓർ ബിലീഫ്, റിച്വൽസുമായിട്ടും ബിലീഫുമായിട്ടും, അല്ലെ, വിശ്വാസമായിട്ടും അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ദ കാർവിംഗ് ഓൺ ബോൺ ഫൗണ്ട് ഇൻ ലാ ഗർമ കേവ് ഇൻ സ്പെയിൻ ആർ എവിഡൻസസ് ഓഫ് ഹ്യൂമൻ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദാറ്റ് ടൈം. ആ സമയത്തുണ്ടായിരുന്ന മനുഷ്യരുടെ ആർട്ടിസ്റ്റിക് സ്കില്ലിന് ഒരു തെളിവാണ്, എവിഡൻസാണ് ലാ ഗർമ കേവിൽ നിന്ന് കണ്ടെടുത്ത കാർവിങ്സ് ഓൺ ബോണിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബോണിൽ ഇങ്ങനെ കോറിയിട്ട പിക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അസ്ഥികളിൽ കോറിയെന്ന് വെച്ചാൽ കൊത്തുപണിയൊക്കെ നടത്തി നല്ല നല്ല പ്രതിമകളൊക്കെ നിർമ്മിച്ചില്ലേ. അതെന്ന് പറയുന്നത് എന്താണ്? ഈ ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഇൻ പാലിയോലിത്തിക് ഏജിലെ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ ആർട്ടിസ്റ്റിക് സ്കില്ലിന് ഒരു എവിഡൻസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് കണ്ടുപിടിച്ചത്? ലാ ഗർമ കേവ് ഇൻ സ്പെയിനിലെ ലാ ഗർമ എന്ന് പറഞ്ഞ ഒരു കേവിലാണ്, ഒരു ഗുഹയിലാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, എൻ്റെ ആൻസേഴ്സാണ് ഇതെല്ലാം കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ പിക്ചേഴ്സ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? അതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇത് അവിടെ പറഞ്ഞിട്ടുള്ളത്. വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് സച്ച് ആസ് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്, കാർവ്ഡ് ഇമേജസ് ആൻഡ് സ്കൾപ്ചേഴ്സ് വെയർ എംപ്ലോയ്ഡ് ഡ്യൂറിംഗ് ദ ലേറ്റ് പാലിയോലിത്തിക് പീരിയഡ്. പിന്നെ Archaeologists are the opinion that the depiction of animal Chauvet and Lascaux cave and a carved figure of an animal and a woman Cossack cave and the Venus figure in Saransk, Russia are related to the rituals or belief. At the sentence, the carvings on bone found in La Garma cave in Spain are evidences of human artistic skills of that time. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇവിടുത്തെ കേവ് പെയിൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡിലെ കേവ് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതിൻ്റെ ആൻസറാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേവ് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്താണ്? വേരിയസ് കളേഴ്സ് വെയർ യൂസ്ഡ് ടു ഡ്രോ കേവ് പെയിൻറ്റിങ്സ്. കേവ് പെയിൻറ്റിങ്സിന് അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേരിയസ് പെയിൻറ്റിങ്സ് വിവിധതരം കളേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നു, വിവിധതരം പെയിൻറ്റിങ് കളേഴ്സ് നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ദീസ് കളേഴ്സ് വെയർ മെയ്ഡ് ബൈ ഗ്രൈൻഡിങ് പ്ലാന്റ്സ്, ട്രീ ബാർക്ക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് മിക്സിംഗ് വിത്ത് റെഡ് സ്റ്റോൺ പൗഡർ. ഇവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ കളേഴ്സൊക്കെ കിട്ടിയിരുന്നത്? ആ സമയത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇവർ എവിടെ നിന്നൊക്കെയാണ് ഈ കളർ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയാണ്? കളേഴ്സ് വെയർ മെയ്ഡ് ബൈ ഗ്രൈൻഡിങ് പ്ലാന്റ്സിനെയൊക്കെ എന്ത് ചെയ്തു? ഗ്രൈൻഡ് ചെയ്തു, അരയ്ക്കുമായിരുന്നു. പിന്നെ എന്താണ്? ട്രീ ബാർക്ക്, മരത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, തോല്, അതിനെയൊക്കെ അരയ്ക്കുമായിരുന്നു. ആൻഡ് ഫ്രൂട്ട്സിനെയൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സിനെയൊക്കെ അരയ്ക്കുമായിരുന്നു. ആൻഡ് മിക്സിംഗ് വിത്ത് റെഡ് സ്റ്റോൺ പൗഡർ. റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ, ചുമന്ന സ്റ്റോൺ, കല്ല്, ചെങ്കല്ലെന്ന് പറയും. ഈ ചെങ്കല്ലിൻ്റെ ചെങ്കല്ലെടുത്ത് അരച്ച് അതിനെ പൗഡറാക്കും. എന്നിട്ട് അതുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു അവർ കളറ് ഉണ്ടാക്കിയിരുന്നത്. സച്ച് പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ഇന്നർ വോൾസ് ഓഫ് ദ കേവ്സിൻ്റെ ഇന്നർ വോൾസിലായിരുന്നു ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത്. വെയർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്, അവിടെ സൂര്യപ്രകാശം എത്തുകയില്ലായിരുന്നു. These stone carvings were made using stone needles and sharp edged weapons. ഇങ്ങനെയുള്ള ഇങ്ങനെ കേവിൽ ഇങ്ങനെയുള്ള പിക്ചറൊക്കെ അവർ വരച്ചിരുന്നത് എന്തൊക്കെ ഉപയോഗിച്ചായിരുന്നു? ഒന്നാമത്തത് എന്താണ്? സ്റ്റോൺ നീഡിൽസ്, കല്ലുകൊണ്ടുള്ള സൂചികളും, ഷാർപ്പ് എഡ്ജഡ് വെപ്പൺസ്, ഷാർപ്പായിട്ടുള്ള നല്ല മുനയുള്ള എഡ്ജുള്ള വെപ്പൺസ്, ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ അവർ വരച്ചിരുന്നത്. പെയിൻറ്റിങ്സ് ക്യാൻ ആൾസോ ബി സീൻ ഓൺ ദ സീലിംഗ് ഓഫ് ദി കേവിൻ്റെ സീലിങ്സിൽ, അല്ലെ, ഗുഹയുടെ മേൽഭിത്തികളിലൊക്കെ ഇവരിങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ വരച്ചിരുന്നു. സച്ച് പിക്ചേഴ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ആർ കൺസിഡേർഡ് ടു ബി ദ എവിഡൻസ് ഓഫ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ പ്രിമിറ്റീവ് ഹ്യൂമൻസ്. അങ്ങനെയുള്ള, അതായത് സീലിങ്സിലൊക്കെ അവർ ചിത്രം വരച്ചിരുന്നില്ലേ, അതൊക്കെ എന്തിനുള്ള തെളിവ്, എന്തിനൊക്കെയുള്ള എവിഡൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് അച്ചീവ് ചെയ്ത, നേടിയ ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ, അവരുടെ ടെക്നിക്കൽ സ്കിൽ എന്ന് വെച്ചാൽ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും ഇൻ്റലക്ച്വൽ സ്കിൽ എന്ന് വെച്ചാൽ വൈജ്ഞാനിക വികാസത്തിൻ്റെയൊക്കെ ഒരു തെളിവായിരുന്നു. അപ്പോൾ കേവ് പെയിൻറ്റിങ്ങിനെ കുറിച്ച്, അതായത് പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ കേവ് പെയിൻറ്റിങ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഇത്രയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് ആ ക്വസ്റ്റ്യൻ, ആൻസർ. അതിൻ്റെ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഇൻഫർമേഷൻ കുഡ് ഗ്യാതേർഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഫ്രം ദ ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് പാലിയോലിത്തിക് ഏജ്. അതായത് പ്രാചീന ശിലായുഗ കാലത്ത് ഉപകരണങ്ങൾ, പിന്നെ അവരുടെ ആർട്ട്, അല്ലെ, അവരുടെ കലകൾ എന്നിവയിൽ നിന്നും ആ സമയത്തുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ സമയത്തുള്ള മനുഷ്യരുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു, അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. പാലിയോലിത്തിക് ഏജിലെ ഹ്യൂമൻ ലൈഫ് എപ്രകാരമായിരുന്നു നോക്കിയുള്ളൂ. 1, യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ്, പരുക്കൻ കല്ലുപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. അവർ താമസിച്ചിരുന്ന എവിടെയൊക്കെയായിരുന്നു? കേവ്സിൽ എന്ന് വെച്ചാൽ ഗുഹകളിലും, പിന്നെ ഓപ്പൺ സ്പേസ്, തുറസായ സ്ഥലങ്ങളിലുമായിരുന്നു അവർ വസിച്ചിരുന്നത്. അടുത്ത പോയിന്റ്, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വെയർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, ലിവ്ലിഹുഡ് എന്തൊക്കെയായിരുന്നു? ഹണ്ടിങ് വേട്ടയാടൽ, ഗ്യാതറിങ് ശേഖരണം എന്നിവയായിരുന്നു. അപ്പോൾ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ആയിരുന്നു അവരുടെ ലിവ്ലിഹുഡ്. അടുത്തത്, ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം, ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ്സ് ആയിരുന്നു. ബാൻഡ്സ് എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാൻഡ്സ് മലയാളത്തിലെ പറ്റങ്ങളെന്നും പറയും കേട്ടോ. ബാൻഡ്സ് ആർ ദ സ്മാൾ ഗ്രൂപ്പ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്. അതായത് 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ സമൂഹം, അല്ലേ, സ്മാൾ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ബാൻഡ്സ് എന്ന് പറയുന്നത്. ബാൻഡ് മെമ്പേഴ്സ്
വെയർ ബൗണ്ട് ബൈ ബ്ലഡ് റിലേഷൻ. അതായത് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് അവരുടെ ബ്ലഡ് റിലേഷൻ ആയിരുന്നു, എന്ന് വെച്ചാൽ രക്തബന്ധമായിരുന്നു. ഓക്കെ, അതായത് രക്തബന്ധത്തിൽപ്പെട്ട 100 താഴെയുള്ള ആൾക്കാരുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്, ബാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, മെൻ വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വിമൻ ഇൻ ഗ്യാതറിങ്. പുരുഷന്മാർ എന്താ ചെയ്തത്, ഹണ്ടിങ് ആണ് നടത്തിയത്. സ്ത്രീകൾ എന്താണ്, ഗ്യാതറിങ്, ശേഖരണമാണ് നടത്തിയത്. അതായത് ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, ഭക്ഷണം സംഭരിച്ചൊന്നും വെച്ചിരുന്നില്ല. നൊമാഡിക് ലൈഫ് പ്രിവൈൽഡ്, നാടോടി ജീവിതമാണ്. അതായത് ഒരു സ്ഥലത്തും എന്താണ് സ്ഥിരമായിട്ട് നിൽക്കാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് നൊമാഡിക് ലൈഫ് അല്ലേ, നാടോടി ജീവിതം, അതാണ് നിലനിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഈ പോയിന്റ്സ് എല്ലാം പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിലെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഹ്യൂമൻ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്. ഒന്നാമത്തെ യൂസ്ഡ് റഫ് സ്റ്റോൺസ്, റഫായിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നു. പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്, ഗുഹകളിലും ഓപ്പൺ സ്പേസസ്, തുറസായ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് വേർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗങ്ങൾ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങുമായിരുന്നു, വേട്ടയാടലും ശേഖരണം എന്നിവയായിരുന്നു. ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് ബാൻഡ്സ് ആയിരുന്നു. മെൻ വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വിമൻ ഇൻ ഗ്യാതറിങ്, പുരുഷന്മാർ ഹണ്ടിങ്ങും പിന്നെ സ്ത്രീകൾ ഗ്യാതറിങ്ങുമായിരുന്നു ഏർപ്പെട്ടിരുന്നത്. മെൻ വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ്, മനുഷ്യർ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, ഭക്ഷണമൊന്നും സംഭരിച്ച് വെച്ചിരുന്നില്ല. നൊമാഡിക് ലൈഫ് പ്രിവൈൽഡ്, നൊമാഡിക് ലൈഫ് നാടോടി ജീവിതമായിരുന്നു. പ്രിവൈൽഡ് എന്ന് വെച്ചാൽ നിലനിന്നിരുന്നത്. ഓക്കെ, ഇത്രയാണ് കേട്ടോ. ഇനി ആ പാലിയോലിത്തിക് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സെൻറ്റേഴ്സ് സറൈസ്ക്, ലാസ്കോ കേവ്, കുസാ കേവ്, ലാഗർമ കേവ്, ഷോവറ്റ് കേവ്, ഇത്രയും. അത് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചോളണം കേട്ടോ. ദാ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പേരുകളെല്ലാം കിട്ടും. നിങ്ങൾ ഒന്ന് പെട്ടെന്ന് കുറേ വട്ടം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ആ സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ. സ്പെല്ലിങ്ങൾ നമ്മൾ പറയുന്ന പോലെ അല്ല സ്പെല്ലിങ് വരുന്നത്, അതുകൊണ്ട് അത് സ്പെല്ലിങ് എഴുതി പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ പഠിച്ചത്. അപ്പോൾ പാലിയോലിത്തിക് ഏജ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. അപ്പോൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശിലായുഗ കാലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യശിലായുഗം അല്ലെങ്കിൽ മെസോലിത്തിക് ഏജ്. ഓക്കെ.